ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ആ ഒരു എല്ല് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ട് 1 കിലോ ബീഫിൻ്റെ എല്ല് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു മീഡിയം സൈസിലെ 2 സവാള ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. കൂടാതെ 2 പച്ചമുളക്, ഒരു വലിയൊരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയുമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുക്കറിലേക്ക് നമ്മുടെ എല്ലിട്ടതിന് ശേഷം നമ്മൾ ബാക്കി ചേരുവകൾ നമ്മൾ പച്ചയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് പൊടികളെല്ലാം നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പൊടികൾ മാത്രമേ ഇതിൽ ചേർത്ത്, അതായത് ഇഞ്ചി, കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇത് വേവിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 5-6 വിസിൽ അടിക്കുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഈ എല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലകൾ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മസാല ചേർത്ത് വേവിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ മസാല ചേർക്കുമ്പം ആ എല്ലിലൊക്കെ ഇത് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് മസാലകൾ ചേർത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1-2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു ബീഫിൻ്റെ കറക്റ്റ് ഒരു നാച്ചുറലായിട്ടൊരു പ്രത്യേക നമുക്കൊരു സ്മെല്ലും കൂടെ നമുക്ക് കിട്ടും. അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറോട് കൂടിയ ഒരു സ്മെല്ലാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു. ഇനി നമ്മൾ സ്റ്റവ് കത്തിയതിന് ശേഷം നമുക്കൊരു 5 അല്ലെങ്കിൽ ഒരു 6 വിസിൽ വരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടുപ്പിലിരുന്ന് വെന്ത് വരട്ടെ. ഇവിടെ നമ്മുടെ എല്ല് 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് ഒന്ന് ഉലർത്തിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പില ആയതുകൊണ്ട് മാത്രമാണ് ഞാനതിലേക്ക് ചേർക്കാത്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4-5 ചെറിയ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി, ഇത്ര നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണമൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും കുക്കറിലേക്ക് ഇട്ട് നമ്മൾ ഒരു 2 വിസിൽ കൂടെ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രം നമ്മുടെ കറി ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഏകദേശം എല്ലൊക്കെ ഒരു 3/4 ഭാഗം വെന്ത് ഇതുണ്ട്. എല്ലിൽ നിന്നൊക്കെ ദശയൊക്കെ വിട്ടുമാറുന്ന ആ ഒരു പരുവത്തിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേണ്ട ഈ മസാല കൂടി ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറും. നല്ലൊരു ബ്രൗൺ കളറാകുന്ന കാണാം. നമുക്കിത് കണ്ടോ, നന്നായിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഇതുണ്ടോ ആ കറിയുടെ ആ ഒരു ഭംഗി തന്നെ ഇച്ചിരി കൂടി കറക്റ്റ് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 2 വിസിൽ കൂടെ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ എല്ല് കറി ഇവിടെ റെഡിയാണ്. നമ്മുടെ എന്താ പറയുക, ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ ഒരു രുചിയിൽ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാം. കാരണം അധികം ഇൻഗ്രീഡിയൻസ് ചേരുവകളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മളിന്ന് ഉപയോഗിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ല് കറി 100% വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മുടെ ഇവിടെ എല്ല് കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയതുകൊണ്ട് കറി നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കണ്ട കറക്റ്റ് വെന്ത് നല്ല കറിയൊക്കെ നല്ല കുറുകി കറക്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയുടെ കൂടി അതുപോലെ ചക്കപ്പുഴുക്ക് കപ്പയുടെ ഒക്കെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് സാധനമാണ് നമ്മുടെ എല്ലിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ